ഹായ്, ഡോക്ടർ ശരണ്യ റിജിൽ. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ കെരാറ്റിൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആയി നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് എന്താ പറയുക റഫായി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഒന്ന് മുടി ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധികം കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ പൊതുവേ നമ്മുടെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ കെരാറ്റിൻ ചെയ്യാറ്. അപ്പം അതിനുശേഷം ആഫ്റ്റർ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് നമുക്ക് പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഹെയർ ഡാമേജ് ആവും, അതുപോലെ തന്നെ ഹെയർ പൊട്ടിപ്പോവാം, ഹെയർ ഫോൾ വരാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്നതാണ്. അപ്പൊ നമുക്ക് നാച്ചുറൽ ആയിട്ടൊന്ന് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്താലോ? അപ്പം ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്തൊക്കെയാണ് നാച്ചുറൽ ആയിട്ട് നമുക്കൊരു കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടത്, അതുപോലെ അത് എങ്ങനെ ചെയ്യാം, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായ കാര്യങ്ങൾ: നോർമൽ റൈസാണ്, 2 സ്പൂൺ റൈസ് 1 ഗ്ലാസ് വെള്ളത്തിൽ ബോയിൽ ചെയ്തെടുക്കുക. അത് കുറച്ച് ലിക്വിഡോട് കൂടി തന്നെ മാറ്റി വെക്കുക. അതിനുശേഷം 2 സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി ബോയിൽ ചെയ്യുക. അതിനുശേഷം ഒരു 5-6 മിനിറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം അത് നമുക്ക് നന്നായി അരിച്ചെടുക്കുക. ആ ലിക്വിഡും ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും ഒരുമിച്ച് വീണ്ടും ഒന്നും കൂടി ബോയിൽ ചെയ്യുക. ആ ബോയിൽ ചെയ്തതിന് ശേഷം തണിയാൻ വെക്കുക. ആ തണിഞ്ഞതിന് ശേഷം അത് അലോവേര ജെല്ലും കൂടി 1 സ്പൂൺ അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്ത് മിക്സിയിൽ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഈ അരച്ച് കിട്ടുന്ന പേസ്റ്റാണ് നമ്മൾ തലയുടെ ഹെയറിൻ്റെ റൂട്ട് മുതൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്ത് 45 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഹെയറിൻ്റെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ, റഫായിട്ടുള്ള ഹെയറിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അതുപോലെ തന്നെ നന്നായിട്ട് സിൽക്കി ഹെയർ ആയിരിക്കും. അതുപോലെ തന്നെ നന്നായി ഷൈൻ ചെയ്യും. നമുക്ക് ഹെയർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഫ്രിസി ആയിട്ട് ഹെയർ ഉള്ള ആളുകൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ നോർമൽ കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഹെയർ ഫോളൊക്കെ വന്ന ആളുകൾക്ക് കൂടി നമുക്കിത് ചെയ്യാം. അതുപോലെ തന്നെ ഏത് തരം ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആളുകൾക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കാം. ഇത് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.